തുർക്കി പ്രസിഡന്റ് എർദോഗന് ഒരാഗ്രഹം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടിയിട്ട് തുർക്കി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്ന് മാത്രമല്ല, റെഡ് കോർണർ നോട്ടീസ്, കുറ്റവാളികളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലോകത്തെ ഏത് രാജ്യങ്ങളിലാണെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും ഇന്റർപോൾ. നമ്മുടെ നാട്ടിലാണെങ്കിൽ CBI ഇന്റർപോളിൻ്റെ ഭാഗമാണ്. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന് ഇന്റർപോളിനോട് ആവശ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ തുർക്കി പറയുന്നത് പോലെ ഇന്റർപോൾ ആ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിൽ വന്നാൽ CBI നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം. ഇതാണ് തുർക്കിയുടെ ആഗ്രഹം. തുർക്കി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. അറസ്റ്റ് ചെയ്യും, ഭരതനസൈ ഒന്ന് അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് മോഹൻലാൽ ചെല്ലുന്ന പോലെ തുർക്കി ചെന്നില്ല. തുർക്കിയുടെ അടുത്തേക്ക് ഇസ്രായേൽ ചെന്നില്ല. പകരം ഇസ്രായേൽ എന്ത് ചെയ്യുന്നറിയാമോ? തുർക്കി പട്ടാളക്കാർ സിറിയയിലെ അലാപ്പോയ്ക്ക് സമീപമുള്ള ഇദ്ലിബ് പ്രവിശ്യയിലെ അബു മൂർഹൂർ എന്ന് പറയുന്ന എയർബേസിൽ വന്നിറങ്ങി എന്നറിഞ്ഞപ്പോൾ നേരെ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ പറന്ന് എന്ന് കുറേ ബോംബം കെട്ടുകൊടുത്തു. നീ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചാൽ നിന്റെ പട്ടാളം വരുന്നിടത്ത് ഞാൻ വന്ന് ബോംബിടും. ഇതാണ് നെതന്യാഹുവിൻ്റെ മറുപടി. എന്നിട്ടോ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഒരു മുഴം നീളത്തിൽ എർദോഗനെ തെറിയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞ്, ഈ എർദോഗൻ എന്ന് പറഞ്ഞ ആരാന്ന് ഇയാളുടെ വിചാരം? അയാൾ ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ ആൻറ്റി സെമിറ്റിക് ഡിക്റ്റേറ്ററാണ്, ജൂതവിരുദ്ധനായ ഏകാധിപതിയാണ്. ഇയാൾ എന്തൊക്കെ ചെയ്തു? കുർദുകളെ കൂട്ടക്കൊല ചെയ്തു, ഹമാസിനെ ഒളിപ്പിച്ചു, സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് പട്ടാളത്തിനെ അയച്ച് പാവപ്പെട്ട സൈപ്രസിനെ പകുതി പിടിച്ചോണ്ട് പോയി. ഇത് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ കാര്യം ഓർക്കണം. സൈപ്രസിൻ്റെ പകുതി പിടിച്ചോണ്ട് പോയി തുർക്കി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലേക്ക് പോയിട്ട് തുർക്കിയുടെ പക്കലുള്ള സൈപ്രസിൻ്റെ ഭാഗവുമായി ചേരുന്ന അതിർത്തിയുടെ അവിടെ പോയി നിന്നിട്ട് ഈ അതിർത്തിയിൽ നിന്ന് നോക്കി, തുർക്കിയുടെ ഭാഗമായിരിക്കുന്ന സൈപ്രസിലേക്ക് നോക്കി, എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ ഒന്നാന്തരം ആയുധങ്ങൾ സൈപ്രസിന് സമ്മാനമായിട്ട് കൊടുത്തു. എന്ന് പറഞ്ഞാൽ, വേണേ നീ തുർക്കിക്കിട്ട് അടിച്ചോ, നിനക്ക് നമ്മൾ ആയുധം തരും. കാരണം എന്താ? ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ തുർക്കി പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്തു. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച തുർക്കിയിൽ നിന്നുള്ള ചരക്ക് വിമാനങ്ങൾ പാകിസ്ഥാനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ബൈരാക്തർ ഡ്രോൺ എന്ന് പറയുന്ന തുർക്കിയുടെ ഡ്രോണുകൾ നല്ല മികവുറ്റ ഡ്രോണുകളാണ്. നമുക്ക് നേരെ പ്രയോഗിച്ചു, ഒരൊറ്റ എണ്ണം ഇന്ത്യ അതിർത്തി കടന്നില്ല, എല്ലാം നമ്മൾ വെടിവെച്ചിട്ടു. ഈ ബൈരാക്തർ ഡ്രോൺ ആവശ്യം പോലെ പാകിസ്ഥാനെ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് തുർക്കിയാണ്. അതുകൊണ്ട് തന്നെ സൈപ്രസും തുർക്കിയും തമ്മിൽ അടിയുണ്ടെങ്കിൽ സൈപ്രസിന് നമ്മൾ ആയുധം കൊടുക്കും. അതിനാണ് മോദി സൈപ്രസിൽ പോയി സംസാരിച്ചതും സൈപ്രസുമായി ആയുധ കരാറിൽ ഒപ്പിട്ട് നമ്മൾ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും. പാകിസ്ഥാൻ വഴി നീ നമുക്കിട്ടടിച്ചാൽ നിനക്കിട്ട് നമ്മളും അടിക്കും. അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിലെ എയർപോർട്ട് ഹാൻഡ്ലിംഗ്, ചരക്കുകൾ കൈകാര്യം ചെയ്യുന്ന കരാർ സെൽബി എന്ന് പറയുന്ന തുർക്കി കമ്പനിക്കായിരുന്നു. നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്തു. $5000 ബില്യൺ നഷ്ടമുണ്ടായത് എന്നാണ് തുർക്കി പറഞ്ഞത്. കാരണം എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ വിമാനത്താവളത്തിലെ കാർഗോ കൈകാര്യം ചെയ്തിരുന്നത് തുർക്കിയാണ്. ആ തുർക്കിയാണ് നമുക്കിട്ട് പണി നടത്തുന്നത്. നമ്മുടെ ശത്രുവാണെന്ന് തുർക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് പാകിസ്ഥാനോട് താല്പര്യം, കാശ്മീർ പാകിസ്ഥാൻ്റെയാണ് എന്നൊക്കെ പറയുന്ന രാജ്യമാണ് തുർക്കി. അതാണ് ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത്, നിങ്ങൾ സൈപ്രസ് പിടിച്ചെടുത്തു, അങ്ങനെ അവിടുത്തെ നേതാക്കന്മാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ ജയിലിലിട്ടിരിക്കുന്നു. അങ്ങനെ കയറി ലോകത്തെമ്പാടും ചൊറിയാൻ നടക്കുന്ന നിങ്ങൾ ഇസ്രായേലിനെ കയറി മന്ദം വന്ന് ആടിച്ച് ഞങ്ങൾ പിരിച്ചു കളയും. അതുകൊണ്ട് നിൻ്റെ പട്ടാളക്കാർ അവിടെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ, സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് തുർക്കി സൈന്യം ഇറങ്ങിയാൽ ഞങ്ങൾക്ക് വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ബോംബിടും എന്ന് പറഞ്ഞോ. മാത്രമല്ല, ബോംബങ്ങിട്ടു. എത്ര തുർക്കിക്കാർ ചത്തിട്ടുണ്ട് എന്നറിയില്ല, കണക്ക് പറഞ്ഞിട്ടില്ല. ഇസ്രായേലും പറയുന്നില്ല, തുർക്കി മിണ്ടുന്നുമില്ല. അടി കിട്ടിയ തുർക്കി മിണ്ടാതിരിക്കുകയാണ്. വല്ല കാര്യമുണ്ടോ തുർക്കിക്ക് നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ? തുർക്കി പറയുന്ന ന്യായം അത് ഈ ഗാസയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ, ഗർഭിണികൾ, കുട്ടികൾ എന്നൊക്കെ പറയുന്ന ഗാസ. ആ ഗാസയിൽ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. തുർക്കി തീരുമാനിച്ചു, നമുക്ക് കുറേ സഹായം ഗാസയ്ക്ക് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു പായ്ക്കപ്പൽ ഉൾപ്പെടെയുള്ള ഒരു സന്നാഹം തയ്യാറാക്കിയിട്ട് അതിൽ ഭക്ഷണം തുടങ്ങി മരുന്ന്, പുതപ്പ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഗാസയിലേക്ക് കയറ്റി അയച്ചു. ഇതൊക്കെയാണെന്ന് പറയുന്നു. അല്ല, ആയുധമുണ്ടോ ഇല്ലയെന്ന് ഇസ്രായേലിന് സംശയമുണ്ട്. അങ്ങനെ ഗാസ ആക്ടിവിസ്റ്റ് ഫ്ലോട്ടില എന്ന് പറയുന്ന ഒരു കപ്പലും കടൽ നൗക ആണ് ഗാസയിലേക്ക് വന്നത്. പക്ഷെ ഗാസയുടെ ഭരണം
ഗാസയുടെ ചുറ്റുമുള്ള കടലിൻ്റെ നിയന്ത്രണമൊക്കെ ഇസ്രയേലിൻ്റെയാണ്. ഇസ്രയേലിൻ്റെ അനുവാദം കൂടാതെ ഇത് വന്നാൽ ഇസ്രയേൽ വെടിവെച്ചു. ഈ ഫ്ലോട്ടിലേ വന്ന മുഴുവൻ എണ്ണത്തിനെയും പിടിച്ചിട്ട് നല്ല പെടയും കൊടുത്ത് തിരിച്ചു വിട്ടു. പൊക്കണം, നാട് വിട്ടോണം, ഇനി കണ്ട മുട്ടുകാലം നെല്ലിടിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരങ്ങ് തിരിച്ചുപോയി. അപ്പോൾ ഈ ഫ്ലോട്ടിലയിൽ വന്ന ആളുകളെ പീഡിപ്പിച്ചു, വംശഹത്യ നടത്തി, വാർ ക്രൈം നടത്തി ഗാസയിൽ എന്തൊക്കെ പറഞ്ഞ് എർദോഗാൻ തീരുമാനിച്ചു. അന്ന് ഒരു കാര്യം ചെയ്യും, ഈ ഗാസ ആക്ടിവിസ്റ്റ് ഫ്ലോട്ടിലെ കുറിച്ച് ഞങ്ങളൊരു അന്വേഷണം നടത്തി, ഇതിനകത്ത് കുറ്റക്കാരൻ നെതന്യാഹു ആണെന്ന് കണ്ടിരിക്കുന്നു, അതുകൊണ്ട് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് എൻ്റെ മുന്നിൽ ഹാജരാക്കൂ എന്ന് തുർക്കിയുടെ ഖലീഫ ഉത്തരവിട്ടു. അങ്ങനെയാണല്ലോ ഖിലാഫത്ത്. ഓർക്കുന്നില്ലേ, തുർക്കിയിലെ സുൽത്താന് ഭരണം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടാണ് വാരിയം കുന്നനും സംഘവും മലബാറിലെ പാവപ്പെട്ട ഹിന്ദുക്കളെ കൊന്നത്. ഖിലാഫത്ത് മനസ്സിലായില്ലേ? ലോകം മുഴുവൻ ഖലീഫയുടെ കീഴിലാകണം, തുർക്കിയിലെ ഖലീഫയുടെ കീഴിലാവണം എന്ന് പറഞ്ഞിട്ടാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടിയിട്ടില്ല, തുർക്കിയിൽ ഭരണം അട്ടിമറിച്ചതിനെതിരെയുള്ള സമരം. അതിനാണ് പാവപ്പെട്ട ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നു, ഹിന്ദുക്കളുടെ സ്വത്തുവകകൾ വീടുകളൊക്കെ കയ്യേറി മതം മാറ്റി. മലബാറിൽ മുസ്ലിം ജനസംഖ്യ കൂടിയത് അങ്ങനെയാണ്. 921 ഹിന്ദു വംശഹത്യയുടെ ഭാഗമാണ്. അതാണ് തുർക്കിയുമായിട്ടുള്ള നമ്മുടെ പരമ്പരാഗത വൈരത്തിൻ്റെ കാരണം. തുർക്കി നമ്മൾ ഏറ്റവും വെറുക്കുന്ന രാജ്യമാണ്. കാരണം തുർക്കിയിലെ സുൽത്താൻ്റെ പേരിലാണ് നമ്മുടെ സഹോദരങ്ങളെ കൊന്നത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ ജീവനോടെ കൊന്നത്. നമുക്ക് മറക്കാൻ പറ്റില്ല, അവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ തുർക്കി സുൽത്താനാണ് എർദോഗൻ എന്നാണ് ഭാവിക്കുന്നത്. അതുകൊണ്ട് നെതന്യാഹുവിനെ പിടിച്ചുകൊണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഉത്തരവിട്ടാൽ എന്ത് ചെയ്യും? ഇസ്രയേലിന് ചൊറിയും, ഇസ്രയേൽ സമ്മതിക്കത്തില്ല. അപ്പോഴത്തേക്ക് സിറിയ നോക്കുമ്പോൾ ഇസ്രയേലുമായി ഒരു കരാറുണ്ട്. അതായത് ഇസ്രയേലിൻ്റെ താല്പര്യത്തെ ലംഘിക്കുന്ന ഒന്നും ചെയ്യത്തില്ല എന്തു പറഞ്ഞ് ഒരു സുരക്ഷാ സ്റ്റാറ്റസ് കോയുണ്ട്. അപ്പോൾ തുർക്കി ഇസ്രയേലിനോട് ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യമാണ്. അങ്ങനെയുള്ള രാജ്യത്തെ പട്ടാളത്തിന് ക്യാമ്പ് ഒരുക്കി കൊടുക്കാൻ സിറിയ തയ്യാറായാൽ അപ്പോൾ ഇസ്രയേൽ പറയും അത് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് പറയും. സംഭവിച്ചത് അതുതന്നെയാണ്. തുർക്കിക്കാർ ഈ പ്രസ്താവനയൊക്കെ ഇറക്കുകയും നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ച ശേഷം ഒരു വിമാനത്തിൽ ഇവരുടെ പട്ടാളക്കാരുമായിട്ട് ഈ ഇദ്ലിബിലെ എയർബേസിലേക്ക് വന്നിറങ്ങിയാൽ ഇസ്രയേൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ നേരെ ഫൈറ്റർ ജെറ്റുകൾ വിട്ടു, നേരെ പോയി ബോംബിട്ടു. അത് സ്വാഭാവികം. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇസ്രയേൽ കാറ്റ്സിൻ്റെ നെടുനീളത്തിലുള്ള ചിത്തയും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇസ്രയേലിനെ തൊട്ട് കളിച്ചാൽ വിട്ട് തരുന്ന പ്രശ്നമില്ല എന്ന് ഇസ്രയേൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. സത്യത്തിൽ ഇത് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചോ? ഞാൻ ഇന്ന് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ വാർത്ത കേട്ടോ? അതായത് പാകിസ്ഥാൻ്റെ എംബസി, അതിൻ്റെ മുന്നിലുള്ള മൊന്തായ ഉൾപ്പെടെ എല്ലാം നമ്മൾ ബുൾഡോസർ വെച്ച് തകർത്ത വാർത്ത. അതാണ് ഇതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ചെയ്ത വീഡിയോ. നിങ്ങൾ കണ്ടു കാണും, കാണാത്തവരൊന്ന് കാണണേ. അതിൽ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇത്ര പ്രധാനപ്പെട്ടൊരു വാർത്ത, ഒരു പരമാധികാര രാജ്യത്തിൻ്റെ എംബസി ഇന്ത്യ, നമ്മുടെ ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിലുള്ളത്, ഇന്ത്യ ബുൾഡോസർ കൊണ്ട് തകർത്ത് ഇന്ത്യ ടുഡേയുടെ ഭാഷയിൽ യുദ്ധക്കളം പോലെ ആക്കിയത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പത്രവും ഒരു ചാനലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ ഇസ്രയേലിനെതിരെ അറസ്റ്റ് വാറണ്ട് തുർക്കി പ്രഖ്യാപിച്ച ഓർമ്മ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് സിറിയയിലേക്ക് നോക്കുമ്പോൾ സിറിയയിൽ അവരുടെ വിമാനവും വിമാനം ഇറങ്ങിയ വിമാനത്താവളവും ഇല്ല, അങ്ങോട്ട് പോയ പട്ടാളക്കാരുടെ അഡ്രസ്സും ഇല്ല. സത്യത്തിൽ ഈ വാർത്ത കൊടുക്കേണ്ടത് അല്ലേ? പാകിസ്ഥാൻ ഇപ്പോൾ തുർക്കിയായിട്ട് സൗദി അറേബ്യയോടൊപ്പം ചേർന്നുള്ള മെക്ക പാക്റ്റിൽ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തുർക്കിയും കൂടെ വന്നപ്പോൾ തുർക്കിയും ഇവിടെയുള്ള പലരുടെയും മാതൃരാജ്യമാണ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ മലബാർ കലാപം ഉണ്ടാക്കിയത്. പാകിസ്ഥാനേക്കാളും വലിയ മാതൃരാജ്യമാണ് ഇപ്പോൾ തുർക്കി. അപ്പോൾ തുർക്കിക്കെതിരെയുള്ള വാർത്തയും നമ്മൾ കൊടുക്കില്ല. ഇസ്താംബൂളിലേക്ക് ടൂറിന് പോകുന്ന ആളുകളുണ്ടല്ലോ, കല്യാണം ആഘോഷിക്കാനും ഒക്കെ, അതൊക്കെ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും തുർക്കിക്ക് സമീപകാലത്ത് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായിരിക്കാം, പക്ഷേ ആരും പറയുന്നില്ല വിമാനം തകർന്നോ, ആളുകൾ മരിച്ചോ, ഡാമേജ് എന്തും മാത്രം ഉണ്ടായിട്ടുണ്ട്, ഒന്നുമില്ല. ആകെ സിറിയ മാത്രം പറഞ്ഞു ഞങ്ങളുടെ പരമാധികാരത്തിൽ കയറി ഇസ്രയേൽ കളിക്കുകയാണ്. ഇസ്രയേൽ അപ്പോൾ മറുപടിയും പറയുന്നു, ഞങ്ങൾ കളിക്കും, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആർക്കിട്ടടിക്കണമെങ്കിലും ഞങ്ങൾ അവിടെ പോയി അടിക്കും. അതിന് ആകാശം ഒരു പ്രശ്നമല്ല, കടൽ ഒരു പ്രശ്നമല്ല, ദൂരം ഒരു പ്രശ്നമല്ല, ഞങ്ങളുടെ കൈകളെത്താത്ത ഒരു സ്ഥലവും ഈ ഭൂഖണ്ഡത്തിലില്ല എന്ന്
ഇസ്രായേൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനോട് കളിക്കുന്നവർ സൂക്ഷിച്ചു വേണം. കഴിഞ്ഞ ദിവസമാണല്ലോ ചില ആളുകൾ ഇവിടെ പറഞ്ഞത്, ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിൽ ഇസ്രായേലിന് താവളമുണ്ട്, അവിടെ കാസോൾ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്നാൽ മുഴുവൻ ഹീബ്രു ഭാഷയിലാണ് ബോർഡുകൾ പോലും ഉള്ളത്, സൈൻ ബോർഡുകളും കടകളും, ഇസ്രായേലി ഭക്ഷണം വിൽക്കുന്ന ഭക്ഷ്യശാലകളുണ്ട്. ഇന്ത്യ എന്തുകൊണ്ടാണ് അവരെ തടയാത്തത്? നൂറുകണക്കിന് ആളുകളാണ് സൈനിക പരിശീലനം കിട്ടിയവർ അവിടെ വരുന്നു. ഇസ്രായേൽ പട്ടാളത്തിലെ പ്രമുഖരായ ആളുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന് ഇന്ത്യ താവളം കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, 2 ദിവസം മുമ്പാണ്. കണ്ടില്ല, അതൊന്ന് കാണണം. ഇന്ത്യ ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ തുർക്കിക്ക് അടി കിട്ടിയെങ്കിൽ നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ വിളിച്ചിട്ട് നരേന്ദ്രമോദി പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ, TG പറയുന്ന പോലെ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ നെതന്യാഹുവിനെ വിളിച്ചു, പൊന്നളിയ തകർത്ത് കേട്ടോ കൊടുക്കുക, അവനത് പോരാ, അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ നല്ല കീച്ച് കൊടുത്തേക്കണം എന്ന് പറയുമായിരുന്നു. കാരണം തുർക്കിക്കല്ലേ കിട്ടുന്നത്. തുർക്കി നമുക്കിട്ട് പണിയാൻ പാകിസ്ഥാൻ ആയുധം കൊടുത്തതല്ലേ. അപ്പോൾ തുർക്കിക്കിട്ട് ഇസ്രായേൽ പണിതിട്ടുണ്ടെങ്കിൽ, ആ പണിയിൽ തുർക്കിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, തുർക്കിയുടെ പട്ടാളക്കാർ കുറേ പേർ ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് സന്തോഷമാണ്. കാരണം ഇന്ത്യയെ ആക്രമിക്കാൻ കൂട്ടുനിന്നവരാണ് തുർക്കി. അവർ ഇസ്രായേലിനോട് കളിച്ചു, കയ്യോടെ വാങ്ങി, മിണ്ടാതിരിപ്പുണ്ട്. ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിലെ മാധ്യമങ്ങൾ പറയില്ല. അതുകൊണ്ട് ഇന്ത്യ ലൈവ് പറയുന്നു. ഇന്ത്യ ലൈവ് നിങ്ങൾ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.